അപ്പോൾ ഗൈസ് ഇന്ന് നോമ്പ് 13 ആയിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് ഈ ദിവസങ്ങളൊക്കെ കടന്നു പോണേ. അപ്പോൾ ഇന്നത്തെ നോമ്പെടുക്കാനുള്ള വിശേഷങ്ങൾ നോക്കിയാലോ. ഇവിടെ പപ്പാഴ ഒന്ന് പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അധികം പഴുത്തിട്ടൊന്നും ഇനിയും വെച്ചാൽ കാക്ക കുയിലൊക്കെ കുത്തി തിന്നും, പിന്നെ അവരെ പള്ളിയിലോട്ടാവും. അപ്പോൾ ഇമ്മ പിടിക്കാൻ നിന്നപ്പോഴത്തേന് താത്ത കൊള്ളിയേറ്റ് കുത്തിയിട്ടുണ്ട്. കൊള്ളിയെല്ലാം മറ്റേ അടിച്ചു വരുന്ന ബ്രഷ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്തിരി ജ്യൂസാണ്. മുന്തിരി ജ്യൂസ് മാത്രമല്ല വേറെ ഒരു ജ്യൂസുണ്ട്. എന്തായാലും ഞാൻ കാണിച്ചു തരണ്ട്. മുന്തിരി ജ്യൂസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയ പോലെ തന്നെ കുക്കറിൽ വിസിലടുപ്പിച്ചിട്ട് ആ ചണ്ടി ഊറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ എന്നോടും പറഞ്ഞ് മുന്തിരി ജ്യൂസ് ഒന്ന് പഞ്ചസാര ഇട്ടിങ്ങനെ മിക്സ് ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് കലക്കി. പിന്നെ ഗൈസ് ഇന്ന് പത്തിരിയോ പൊറോട്ടയോ ഒന്നല്ല, ഇന്ന് ഒരു വെറൈറ്റിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞ് ഉമ്മാനോട് ഞാൻ. അപ്പോൾ ഈ ബിരിയാണി കഴിക്കാൻ കുറേ കാലമായിട്ടുള്ളൊരു കൊതിയാണ്. റംദാൻ സീരീസ് മാതിരി ഫുൾ ഡേയ്സ് 30 ദിവസങ്ങളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിരുന്നേ. അത് 10 ദിവസം വരെ, ആദ്യത്തെ 10 നോമ്പ് വരെ നടന്നു. പക്ഷെ നമ്മൾ 11ാം നോമ്പിന് പാലക്കാട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പാലക്കാട്ട് വ്ളോഗ് ഉണ്ടല്ലോ, അപ്പോൾ ആ റീസൺ കൊണ്ട് തന്നെയാണ് പോയത്. അപ്പോൾ റംദാൻ്റെ 11ാമത്തെ ദിവസത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അതായിരുന്നു പിന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റാനത്. പിന്നെ ഗൈസ് ഇവിടെ ബിരിയാണിക്കുള്ള ഉള്ളി വാട്ടാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ പച്ചമുളക് ഇട്ട് കരിവേപ്പിൻ്റെ ഇല ഇട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് എന്നിട്ട് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. എനിക്ക് ഈ ഇളക്കി കൊടുക്കുമ്പോൾ ഡയലോഗ് ഓർമ്മ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കല്യാണരാമനിൽ പറയുമല്ലോ, സങ്കടം വരുമ്പോൾ ഈ ചട്ടകെടുത്ത് 4 ഇളക്കം അങ്ങോട്ട് ഇളക്കും. അതാണ് ഗൈസ് എനിക്ക് ഓർമ്മ വരും കേട്ടോ. പിന്നെ നമ്മൾ ഇറച്ചി ഇട്ടിട്ടുണ്ടായിരുന്നേ. എൻ്റെ ഉപ്പാക്ക് ഇഷ്ടമില്ലാത്തതും എൻ്റെ ഉമ്മാക്ക് ഇഷ്ടമുള്ളതും മല്ലിച്ചപ്പാണ്. പിന്നെ നമ്മൾ ആ മസാലയ്ക്ക് ആ ഗ്രേവിയിലോട്ട് ഇടാൻ പോണത്. അതിൻ്റെ ഇടയിൽ പിന്നെ താത്ത ഈത്തപ്പഴം പൊരിക്കണ്ടേ. ഈത്തപ്പഴം പൊരി നോമ്പിന് എല്ലാ വീടുകളിലും 30 ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും ഈ ഈത്തപ്പഴപ്പൊരി ഉണ്ടാവും. കാരണം ഈത്തപ്പഴം ഇല്ലാത്ത വീടുകളിൽ ഈ റമളാൻ എന്തായാലും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. ഇനി ആരെങ്കിലും ഈത്തപ്പഴപ്പൊരി കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ആക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ കാടമുട്ട മസാല ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ ഇതൊക്കെയായിരുന്നു. പിന്നെ മുന്തിരി ഇല്ലാത്ത ജ്യൂസ് പിസ്ത ജ്യൂസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.